ക്രിസ്മസ് ട്രീ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു മരംവെട്ടുകാരൻ ജീവിച്ചിരുന്നു. പാവപ്പെട്ടവനായിരുന്നെങ്കിലും അവന്റെ ഹൃദയം കരുണയാൽ സമ്പന്നമായിരുന്നു. മഞ്ഞു പെയ്യുന്ന ഒരു തണുത്ത ക്രിസ്മസ് രാവിൽ വഴിതെറ്റി തണുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു യാത്രക്കാരനെ അവൻ കണ്ടു. യാതൊരു മടിയും കൂടാതെ ആ മരംവെട്ടുകാരൻ ആ യാത്രക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചൂടുള്ള ഭക്ഷണം നൽകി തീ കൂട്ടിയതിനരികിൽ വിശ്രമിപ്പിച്ചു. ആ രാത്രി മരംവെട്ടുകാരനും കുടുംബവും ഉറങ്ങുമ്പോൾ ആ കൊച്ചു വീട്ടിൽ ദിവ്യമായ ഒരു വെളിച്ചം നിറഞ്ഞു. ആ യാത്രക്കാരൻ ദിവ്യ പ്രഭയാൽ തിളങ്ങി. ദൈവം അയച്ച ഒരു ദൂതനാണെന്ന് ആ യാത്രക്കാരന് അതിൽ നിന്നും വ്യക്തമായി. ദൂതൻ പറഞ്ഞു, നീ എന്നെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടെ സ്വീകരിച്ചു. ഇത്തരം കാരുണ്യം ദൈവത്തിന്റെ ശ്രദ്ധയിൽ പെടാതിരിക്കില്ല. എന്നിട്ട് തീ കൂട്ടിയതിനു സമീപം കിടന്നിരുന്ന ഫിർ മരത്തിന്റെ ചെറിയ ഒരു വിറക് കഷണത്തെ ദൂതൻ സ്പർശിച്ചു. തലക്ഷണം ആ വിറക് കമ്പ് മഞ്ഞുതുള്ളി പോലുള്ള നക്ഷത്രങ്ങളാലും ചെറുപ്രകാശം പരത്തുന്ന ലൈറ്റുകളാലും മനോഹര നിറമുള്ള ചെറുപഴങ്ങളാലും മിന്നിത്തിളങ്ങി. ദൂതൻ അത് മരംവെട്ടുകാരന്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ഇത് നിത്യജീവന്റെ അടയാളമാണ്. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും ക്ഷയിക്കാത്തതുപോലെ ഇതിന്റെ ഇലകൾ ഒരിക്കലും ഉണങ്ങുകയില്ല. ഈ സ്നേഹം ലോകത്തോട് പങ്കിടുക എന്നാണ് അതിലെ പ്രകാശം നിന്നോട് പറയുന്നത്. ഇപ്രകാരം പറഞ്ഞ് ദൂതൻ അപ്രത്യക്ഷനായി. അത്ഭുതഭരിതനായ മരംവെട്ടുകാരനും കുടുംബവും ആ മിന്നുന്ന ശാഖ വീട്ടുവാതിൽക്കൽ വെച്ചു. പെട്ടെന്ന് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാവരും അതിനു ചുറ്റും കൂടി. ആ രാത്രി മുതൽ ജനങ്ങൾ ക്രിസ്മസിന്റെ സമയത്ത് എവർഗ്രീൻ കമ്പുകൾ വീടുകളിലേക്ക് കൊണ്ടുവന്ന് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അടയാളമായി ദീപങ്ങളാലും മറ്റും അലങ്കരിക്കാൻ തുടങ്ങി. ക്രിസ്മസ് ട്രീയെ കുറിച്ചുള്ള പല പാരമ്പര്യങ്ങളിൽ ഒന്നാണ് ഇത്. പ്രിയ കുട്ടികളെ, എല്ലായ്പ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്ന എവർഗ്രീൻ വൃക്ഷം ഒരിക്കലും നശിക്കാത്ത ജീവിതത്തിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും ഏത് സാഹചര്യത്തിലും ജീവനുള്ളതായിരിക്കണം. ക്രിസ്മസ് ട്രീയിലെ പ്രകാശിക്കുന്ന ദീപങ്ങൾ ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. ഇരുളിനെ തകർക്കാൻ ലോകത്തേക്ക് വന്ന പ്രകാശം. അലങ്കരിച്ച ക്രിസ്മസ് ട്രീയെ കാണുമ്പോൾ നമുക്ക് ഓർക്കാം, ദൈവത്തിന്റെ സ്നേഹം ക്ഷയിക്കാത്തതാണ്. ക്രിസ്തുവിന്റെ വെളിച്ചം കെടാത്തതാണ്. നാം ആ വെളിച്ചത്ത് മറ്റുള്ളവരുമായി പങ്കിടുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്മസ് രാവിൽ യാത്രക്കാരൻ വീട്ടിൽ സ്വീകരിച്ച ആ മരംവെട്ടുകാരനെ പോലെ ഈ സമയത്ത് ഞാൻ ആരെയാണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക? ആരുടെ ജീവിതത്തിലാകും ഒരു ചെറിയ വെളിച്ചം നൽകുക? സ്നേഹപൂർവ്വം, ഫാദർ പോൾ മൊറേലി.